പറമ്പിക്കുളം ആളിയാർ ജലകരാർ പുതുക്കണമെന്നും ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്തെ ജലസേചനം സുഗമമാക്കാൻ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള ജലം തമിഴ്നാടിനോട് വാങ്ങിയെടുക്കണമെന്നും കേരള കർഷക സംഘം നല്ലേപ്പിള്ളി രണ്ടാം വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ആലാംകടവിൽ സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിലാണ് സമ്മേളനം നടത്തിയത്. കർഷക സംഘം ജില്ലാ ട്രഷറർ S. സുഭാഷ് ചന്ദ്രബോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മനുഷ്യരുടെയും ജീവൻ ഉൽപ്പത്തിയായി കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ അതിന്റെ ജീവൻ നിലനിർത്തുന്നത് കർഷകന്റെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ്, കർഷകന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ജീവൻ നിലനിൽക്കാൻ പറ്റും. എത്രമാത്രം ശാസ്ത്രം പുരോഗതി കൈവരിച്ചാലും, എന്തെല്ലാം പുരോഗതി കൈവരിച്ചാലും, നാം ഭക്ഷ്യ ധാന്യം ഉൽപ്പാദിപ്പിക്കാതെ വെറുതെ ഇരുന്നാൽ ഏത് ശാസ്ത്രജ്ഞനും ചായ കുടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചായയും കടിയും കഴിച്ചിട്ടാണല്ലോ ഉള്ളിൽ കയറിയത്, അല്ലേ? ഇതിനകത്ത് കിടക്കുമ്പോ ഒരു ചായയും പരിപ്പ് വടയും കഴിച്ചു. ആ ചായക്കകത്ത് പരിപ്പ് വടയ്ക്കകത്ത് എത്ര കർഷകന്റെ അധ്വാനമുണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിച്ചു നോക്കൂ. ഒരു ചായ കുടിക്കുമ്പോൾ ചായയിലെ പാല്, ചായപ്പൊടി, അതുപോലെ ശർക്കര അല്ലെങ്കിൽ മറ്റേ പഞ്ചസാര, ഒരു ചായയില്ല 4-3 കർഷകന്റെ അധ്വാനത്തിലും ഒരു ചായയുണ്ട്. പരിപ്പ് വടയ്ക്കകത്തോ പരിപ്പ് മാത്രമല്ല പരിപ്പ് വടയിലുണ്ടാകും. പരിപ്പ്, ജീരകം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാമഗ്രികൾ പരിപ്പ് വടയ്ക്കകത്ത് വരും. എണ്ണ. അപ്പൊ എത്ര കൃഷിക്കാരാണ് നമ്മളിപ്പോ എത്ര കൃഷിക്കാരുടെ അധ്വാനമാണ് ഒരു പരിപ്പ് വടയും ഒരു ചായയും നിസാര വാക്കിൽ പറഞ്ഞു കഴിച്ചത്? ഒരുപാട് കർഷകന്റെ. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അബു താഹിർ സമ്മേളനത്തിൽ അധ്യക്ഷനായി. വില്ലേജ് സെക്രട്ടറി A. നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. ശ്രീജിത് കുമാർ, സംഘം ഏരിയ സെക്രട്ടറി NM അരുൺ, P. ബിനു, P. ശാരംഗധരൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.